ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് CJP എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, സോഷ്യൽ മീഡിയ വഴി ഫോം ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ഏകദേശം 15 ലക്ഷത്തോളം ആൾക്കാർ 5 ദിവസം കൊണ്ട് അതിലെ ഫോളോവേഴ്സായ ഒരു സംഭവം ആണത്. ഈ 5 ദിവസം കൊണ്ട് ഇത്രയും ചെറുപ്പക്കാർക്ക് ഇത്രയും വലിയൊരു കൂട്ടായ്മയിൽ അംഗമാകുവാനും അംഗീകരിക്കുവാനും അവർക്ക് മനസ്സുണ്ടായതിൻ്റെ കാരണം ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയാണ്. ഈ രാജ്യത്ത് വിദ്യാഭ്യാസമുണ്ട്, സാമാന്യ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, ഉന്നത വിദ്യാഭ്യാസമുള്ളവരുണ്ട്, എല്ലാവരുമുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഈ യുവജനങ്ങളെ ഏത് രീതിയിലാണ്, ഒരു വെറും കീടം എന്ന രീതിയിലാണ് അദ്ദേഹം ഈ രാജ്യത്തെ ജനങ്ങളെ കണ്ടത്, പ്രത്യേകിച്ച് യുവജനങ്ങളെ കണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ വഴി രൂപീകരിച്ച ഒരു പാർട്ടിയാണ് അത്. ഇന്ത്യയിൽ രജിസ്റ്റർ ഇല്ല, അതൊരു പാർട്ടിയല്ല, സോഷ്യൽ മീഡിയ പാർട്ടിയാണ്. അപ്പോൾ അതിനകത്ത് ഏകദേശം 15 ലക്ഷം ആൾക്കാർ 5 ദിവസം കൊണ്ട് ഫോളോവേഴ്സ് ആയപ്പോൾ നാം ഒന്ന് ആലോചിക്കണം, ഇവിടുത്തെ യുവജനങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്നും അവരുടെ മനസ്സിൻ്റെ വിഷമവും വ്യാകുലതയും എന്താണെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇവിടെ വിദ്യാഭ്യാസമില്ലാത്ത കുറേ ഭരണാധികാരികൾ കയറിയിരുന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള പുതുതലമുറയ്ക്ക് അത് എന്തുമാത്രം വിഷമമെന്ന് ഉദ്ദേശിക്കുന്നത് തൊഴിലിൽ വിഷമം, അതായത് അവൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ പറ്റാതെയായി പോകുന്ന ഒരു അവസ്ഥ. ഇവിടെ മതം പറയുകയും മതാചാരങ്ങളെ സ്വന്തം വ്യക്തി താല്പര്യം ആയി കാണേണ്ട കാര്യം ഒരു സമൂഹത്തിൻ്റെ മൊത്തം പ്രശ്നമായിട്ട് ഉന്നയിക്കുകയും ഏതൊരു മതത്തിലെയും വിശ്വാസികൾക്ക് അവനവൻ്റേതായ വ്യക്തിപരമായ വിശ്വാസത്തെ അത് പൊതുസമൂഹത്തിലാക്കി അതിനെ പെരുപ്പിച്ച് കാണിക്കുകയും ചെയ്യുന്ന ഈ രാജ്യത്തെ നികൃഷ്ട നേതാക്കന്മാരുടെ അവഹേളനമാണ് ഇന്ന് ഈ കാണുന്ന ഈ യുവജനങ്ങളുടെ ഒത്തൊരുമയോ കൂട്ടായ്മയോ ഒക്കെ. ഇപ്പോൾ തന്നെ ഭയന്നു പോയിരിക്കുകയാണ് ഈ CJP എന്ന സോഷ്യൽ മീഡിയ രാഷ്ട്രീയ പാർട്ടിയെ. അപ്പോൾ അതൊരു വൻ മൂവ്മെൻ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിച്ച കാര്യങ്ങളാണ് അവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വെച്ചിരിക്കുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ്, കാലുമാറി വരുന്ന MP-മാരായാലും MLA-മാരായാലും അവരെ ഒരു 20 വർഷത്തേക്കെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും, പ്രത്യേകിച്ച് ഇലക്ഷനിൽ അടുത്ത ജനവിധി നേടാൻ അവരെ അനുവദിക്കരുതെന്ന് ഒരു നിയമം കൊണ്ടുവരണമെന്ന് ഞാനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ആഗ്രഹിച്ചതാണ്. കാശിൻ്റെ പിറകെ പോകുന്ന ഒരു രാജ്യത്തോട് ഒരു പ്രതിബദ്ധതയുമില്ലാത്ത കുറേ നേതാക്കന്മാർ അവരുടേതായ കീശ വീർപ്പിക്കാൻ വേണ്ടി മാത്രം പുറപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഉള്ളിടത്തോളം കാലം ഇവിടുത്തെ യുവജനങ്ങൾക്കോ പൊതുസമൂഹത്തിനോ അവൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ സാധിക്കുകയില്ല എന്ന് തെളിയിച്ച 12 വർഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊള്ളക്കാരനായാലും ശരി, മറുപാർട്ടിയിൽ നിൽക്കുമ്പോൾ കൊള്ളക്കാരനെന്ന് ആക്ഷേപിക്കുകയും ഇപ്പുറത്ത് തിരിച്ച് ലക്ഷങ്ങൾ വാങ്ങി പോക്കറ്റിലിട്ടിട്ട് ഇപ്പുറത്ത് വന്ന് ആ പാർട്ടിയിൽ ജോയിൻ ചെയ്ത് അവിടെ അധികാരങ്ങൾ കൈമാറുകയും ചെയ്യുന്ന ഈ മന്ത്രിമാരെ അല്ലെങ്കിൽ MLA-മാരെ MP-മാരെ അവർ ഒരു ദിവസം കൊണ്ട് തന്നെ അവരുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ തേഞ്ഞു മാഞ്ഞു പോകുന്ന
ഒരു പ്രവണതയാണ് ഇപ്പോൾ ഒരു 12 വർഷം കൊണ്ട് നമ്മൾ കണ്ടുവരുന്നത്. നമ്മുടെ രാജ്യത്തെ സകല സംവിധാനങ്ങളും ഉപയോഗിച്ച് ഒരു എതിർ ശബ്ദം ഉയർത്തുന്ന വ്യക്തികളെ അടിച്ചമർത്തുന്ന ഒരു പ്രവണത കൂടിയാണ് ഈ രാജ്യത്ത് കണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഉന്നത ജോലിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം രാജ്യസഭയിലും ലോക്സഭയിലുമൊക്കെ അംഗത്വം കൊടുക്കുന്ന ഒരു പ്രവണത. അതിനുദാഹരണമാണല്ലോ ബാബറി മസ്ജിദിൻ്റെ വിധി പറഞ്ഞതിന് ശേഷം ആ ജഡ്ജിയെ രാജ്യസഭയിലെ MP ആക്കി മാറ്റിയതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ആയിരക്കണക്കിന് യുവാക്കൾ തൊഴിലില്ലാതെ നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിച്ച് വിരമിച്ച ഒരു ജഡ്ജിയെ വീണ്ടും അതിൽ കൂടുതൽ ശമ്പളത്തിൽ നിയോഗിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് കണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവോ പ്രാപ്തിയൊന്നുമല്ല അവിടെ അദ്ദേഹത്തെ രാജ്യസഭ മെമ്പേഴ്സാക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തുനിഞ്ഞത്. അവർക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു നാളെ അതിൽ ഒരു പുനരന്വേഷണം ഉണ്ടാകാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഇവരെയൊക്കെ ആ സ്ഥാനങ്ങളിലൊക്കെ കയറ്റിയിരുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഓഫർ ചെയ്തത് എന്ന വ്യക്തമായി കാണപ്പെടുന്നു. തൻ്റെ ജീവിത കാലം മുഴുവനും സർക്കാരിൻ്റെ ചെലവിൽ കഴിയണമെന്ന് വിചാരിക്കുന്ന കുറേ നികൃഷ്ട ജീവികളാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. എനിക്ക് മാത്രം മതി, ഇവിടുത്തെ യുവജനങ്ങളൊക്കെ പാറ്റകളെപ്പോലെ ജീവിച്ച് അവരെ ചൂലോ അല്ലെങ്കിൽ ചെരുപ്പോ എടുത്ത് ഉപയോഗിച്ച് തല്ലി ചതച്ച് കളയാം എന്നുള്ള ധാരണയിലാണ് ഇന്നത്തെ ജഡ്ജി ചീഫ് ജസ്റ്റിസ് ഇവിടുത്തെ പൊതുജനങ്ങളെ കണ്ടത്. ഏതൊരു വിധിയും പറയുന്നതിനും തൻ്റേതായ നിരീക്ഷണത്തിൽ നിയമപരമായി നിരീക്ഷണം നടത്തുന്നതിൽ നമുക്ക് വിരോധമില്ല. പക്ഷേ അത് സമൂഹത്തിന് ഏത് രീതിയിൽ ബാധിക്കും എന്നും കൂടി ആ ഒരു ജഡ്ജി തീരുമാനിക്കേണ്ടതും ചിന്തിക്കേണ്ടതും അത്യാവശ്യമാണ്. പിന്നെ വേറൊരു കാര്യം, ഈ രാജ്യത്ത് നിയമപരമായിട്ട് പെൻഷൻ ഒക്കെ എല്ലാ സർക്കാരുകളും നടത്തുന്നുണ്ട്. ഈ രാജ്യത്ത് ഈ പെൻഷൻ പരിപാടി പൂർണ്ണമായിട്ട് നിർത്തുന്നതാണ് ഈ രാജ്യത്തെ ഉന്നമനത്തിന് ഉതകുന്നത്. ഒരു പട്ടാളക്കാരന് കൊടുക്കാം, ധൈര്യമായിട്ട് കൊടുക്കാം പെൻഷൻ. അവൻ തൻ്റെ ജീവൻ പണയം വെച്ച് രാജ്യത്തെ സംരക്ഷിക്കുകയും രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായതിനാൽ പട്ടാളക്കാർക്ക് മാത്രം പെൻഷൻ കൊടുക്കുക. ബാക്കിയുള്ളവർക്കെല്ലാം അതിൻ്റെ വേതനം കൃത്യമായിട്ടും അവർ പറ്റുന്നു. അതിനുശേഷം ലക്ഷക്കണക്കിന് രൂപയുടെ പെൻഷൻ വാങ്ങിക്കുകയും അതിൻ്റെ അഹങ്കാരത്തിൽ തിളപ്പ് കാണിക്കുകയും ചെയ്യുന്ന രാജ്യത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. അതിന് ഉദാഹരണമാണല്ലോ ഇന്നത്തെ ജൻസികളുടെ തൊഴിലില്ലായ്മ. അപ്പം ഇന്നത്തെ നമ്മുടെ സഹോദരങ്ങൾ, അതായത് പിഞ്ച് സഹോദരങ്ങൾ ഉയർന്നു വന്ന് രാജ്യത്തിന് നല്ല ഒരു പുരോഗതി ഉണ്ടാക്കണമെന്ന് വരികയിൽ ഈ കാര്യങ്ങളൊക്കെ വരുന്ന സർക്കാരുകളും ഈ ഇപ്പോഴുള്ള സർക്കാരുകളും പൂർണ്ണമായിട്ടും അത് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പം അതും ഈ രാജ്യത്തെ പെൻഷൻ മാത്രം വാങ്ങി ജീവിക്കുന്ന ആൾക്കാർ ഇത്രയും വർഷം ജോലി ചെയ്തിട്ടൊന്നും സമ്പാദിച്ചില്ല എന്ന് പറയുമ്പോൾ അത് തൊടാതെ വിഴുങ്ങാൻ ഞങ്ങളെപ്പോണക്കുള്ള ആൾക്കാർക്കൊന്നും പറ്റുന്നില്ല. അപ്പം പെൻഷൻ പദ്ധതികളെല്ലാം പൂർണ്ണമായിട്ട് നിർത്തുക എന്നതാണ്. ഈ രാജ്യത്തെ നികുതി പണം കൊള്ളയടിക്കുകയാണ് അതൊക്കെ ചെയ്യുന്നത്. അതുപോലെ നല്ലൊരു ഭാവി നേർന്നുകൊണ്ട് ആ ഏജൻസികളുടെ ആ പ്രക്ഷോഭത്തെ ഞാനും പങ്കുചേരുന്നു. ജയ് ഭീം.